പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ, തുണയവനല്ലാതാരുള്ളി ഏഴകൾ നമ്മെ പാലിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവം സമയത്തെ അനുവദിച്ചു തന്നു. ഈ പ്രഭാതത്തിലും നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ പ്രാണപ്രിയൻ്റെ മുഖം നോക്കുവാനും കാണുവാനും ആ മുഖം അന്വേഷിക്കുവാനും ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ പ്രഭാത ചിന്തയ്ക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള നന്ദിയും വന്ദനവും ഒപ്പം പ്രഭാത വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയിൽ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. എന്നാൽ ലേഖനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു. പൊതുവായിട്ടുള്ള ചില അറിവുകൾ മാത്രം നിങ്ങളുമായിട്ട് കഴിഞ്ഞ ചില നാളുകൾ പങ്കിടുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ യാക്കോബ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ വിചിന്തനമാണല്ലോ നാം ഇന്നത്തെ ഓരോ പ്രഭാതത്തിലെയും പ്രഭാത ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തായാലും നിങ്ങൾ അത് അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പഠനത്തിൽ ഒരു ഔട്ട്ലൈൻ, യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള ചെറിയൊരു രൂപരേഖ ഞാനൊന്ന് പറഞ്ഞു വിടാം. ഈ യാക്കോബ് അപ്പോസ്തലൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്. പക്ഷെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് വിശ്വാസത്തിൻ്റെ വീരൻ, പ്രാർത്ഥനയുടെ തൂൺ, യെരുശലേമിൻ്റെ തൂൺ എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം എഴുതിയത് ആരാണ് എന്ന് പല തർക്കങ്ങളും വാദങ്ങളും നിലവിലുണ്ട്. പുതിയ നിയമത്തിൽ 4 യാക്കോബുമാരുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷെ ലേഖനം എഴുതിയത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് ആണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ കുടുംബത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ, ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ അമ്മ മറിയ എന്നല്ലേ, യാക്കോബ്, യോസെ, ഷീമോൻ, യൂദ എന്നിവർ ഇവൻ്റെ സഹോദരന്മാരല്ലയോ. അതായത് യേശുവിൻ്റെ സ്വന്തം അനുജൻ മറിയയുടെയും യോസഫിൻ്റെയും മകനാണ് യാക്കോബ്. ഇദ്ദേഹത്തെ സഭാചരിത്രത്തിൽ വിളിച്ചത് നീതിമാൻ എന്നാണ്, ജെയിംസ് ദ ജസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ നീതിയും പ്രാർത്ഥനാ ജീവിതവും അങ്ങനെയായിരുന്നു. ആത്മീയാത്ര അദ്ദേഹം ആരംഭിക്കുന്നത് അവിശ്വാസിയിൽ നിന്നും ഒരു അപ്പോസ്തലിക ശുശ്രൂഷയിലേക്കാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ, അഥവാ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. അവൻ്റെ സഹോദരൻ അവനിൽ വിശ്വസിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പ്രത്യക്ഷനായപ്പോൾ അവൻ്റെ സഹോദരനായ യാക്കോബിനും പ്രത്യക്ഷനായി എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. After the resurrection,
യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പതിന് ശേഷം തൻ്റെ സഹോദരനായ യാക്കോബുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിൽ തീർത്തിയും ഒരു ചേഞ്ച്, ഒരു രൂപാന്തരം യാക്കോബിൽ സംഭവിച്ചു. അങ്ങനെ രൂപാന്തരം സംഭവിച്ച യാക്കോബ് പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ഒരു നെടും തൂണായി മാറി. യെരുശലേമിൻ്റെ സമ്മേളനത്തിൽ അവസാന വാക്ക് പറഞ്ഞത് യാക്കോബാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇവരെ തൂണുകളെന്ന് പൗലോസ് ഉൾപ്പെടെ യാക്കോബ് തൂണാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 2:9 പത്രോസും യോഹന്നാനും, ഗലാത്യ ലേഖനം 1:19 പൗലോസും യാക്കോബിനെ തൂണായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇനി യാക്കോബിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ്? 1, നീതിമാൻ. യാക്കോബ് ഒരു നീതിമാനായിരുന്നു. സഭാപിതാവായ യോസിഫസ് എഴുതിയത് ഇങ്ങനെയാണ്: യാക്കോബ് എപ്പോഴും ദൈവാലയത്തിൽ മുട്ടുകുത്തി യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുട്ടുകൾ ഒട്ടകത്തിൻ്റെ മുട്ടുപോലെ തഴമ്പിച്ചു പോയി. അതുകൊണ്ട് ഒട്ടകമുട്ടൻ എന്നും യാക്കോബിന് പേരുണ്ട് എന്നാണ് യോസിഫസ് തൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ സവിശേഷത ന്യായപ്രമാണത്തോട് കൂറുള്ളവനായിരുന്നു. പ്രവൃത്തി 21:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പൗലോസ് വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, യഹൂദന്മാരിൽ അനേകായിരം പേർ വിശ്വസിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ന്യായപ്രമാണത്തിന് എരിവുള്ളവരാകും. അതായത് യഹൂദ ക്രിസ്ത്യാനികളുടെ നേതാവ്. പക്ഷെ പ്രവൃത്തി 15 വിജാതിയർക്ക് ന്യായപ്രമാണം ഭാരമായി വെക്കേണ്ട എന്ന് തീരുമാനിച്ചതും യാക്കോബാണ്. അങ്ങനെ ന്യായപ്രമാണത്തോട് വളരെയധികം കൂറുള്ള ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. ഇനി മൂന്നാമത്തത് പ്രായോഗികനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ലേഖനം നോക്കിയാൽ മനസ്സിലാകും, സ്വർഗീയ തിയറി ഒരുപാട് കുറവാണ്, എന്നാൽ ഭൂമിയിലെ ജീവിതം കൂടുതൽ. നാവ്, പക്ഷപാതം, ധനം, ക്ഷമ എല്ലാം നിത്യജീവിത വിഷയങ്ങളെ അടക്കിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി അടുത്ത പ്രഭാതത്തിൽ കേൾക്കാം. തൽക്കാലം വിരാമം ഇടുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.